ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മറയൂരാണ്. മറയൂർ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാക്കബാനയും കൊണ്ട് ഓട്ടം വന്നതാണ്. ലാക്കബാനയുമായിട്ട് നമ്മുടെ കിളിമാനൂരിൽ നിന്നും മൂന്നാർ മറയൂർ ഓട്ടം വന്നതാണ്. അപ്പം ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത്, ചേട്ടാ വീഡിയോ ഇടുന്നില്ലല്ലോ ഇപ്പം, ഞാൻ കൂടുതലും ഷോർട്സ് ആണല്ലോ ചെയ്യുന്നത്, ചേട്ടാ വീഡിയോ ഒന്നും കാണുന്നില്ല, റീച്ച് കുറവാണല്ലോ, ഇപ്പോൾ റീച്ച് കുറയുന്നുണ്ടല്ലോ. അതുമല്ല നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ട് നമ്മൾ ഇതുവരെയും പിന്നെ ചാനൽ യൂട്യൂബിൽ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഷോർട്സ് വീഡിയോയിൽ ഒരു ശകലം പ്ലേ ബട്ടൺ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടൻ്റെ വ്ളോഗ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ പ്ലേ ബട്ടൻ്റെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. പ്ലേ ബട്ടൺ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 8 മാസമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. ഞാൻ പിന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഗ്രാൻഡായിട്ട് ഓപ്പൺ ചെയ്തൊരു വീഡിയോ എടുക്കാമെന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ കൊണ്ടുപോക്കൊന്നും നടന്നില്ല, വീഡിയോ എടുപ്പിടുന്നില്ല. അപ്പം ഞാൻ പ്ലേ ബട്ടൻ്റെ വ്ളോഗ് ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്കബാനയെ കുറിച്ചാണ്. ലക്കബാനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ വണ്ടിയാണ്, 34 സീറ്റിൻ്റെ പുതിയ വണ്ടിയാണ്. ഇതുപോലെ തന്നെ അവർക്ക് 17 സീറ്റിൻ്റെ ട്രാവലറും 26 സീറ്റിൻ്റെ ട്രാവലറും ഉണ്ട്. അത് നേരത്തെ ഉണ്ട്. 26 സീറ്റ് ഇപ്പോൾ അടുത്തെടുത്താണ്, 17 സീറ്റ് അവർക്ക് നേരത്തെ ഉണ്ട്. അപ്പം ഇത് ഈ വണ്ടി പുത്തൻ വണ്ടിയാണ്. അപ്പം ഇതുമായിട്ടാണ് നമ്മൾ ട്രിപ്പ് വന്നിരിക്കുന്നത്. പാസഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിമാനൂരുള്ള ആൾക്കാർ തന്നെ. ഈ വണ്ടിയുടെ സ്ഥലം പ്രോപ്പർ കിളിമാനൂരാണ് നമ്മൾ ഓടുന്നത്, കിളിമാനൂരാണ്. അതുപോലെ തന്നെ അപ്പം നമുക്ക് വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഈ വണ്ടി കണ്ടിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലാക്കബാന. പുതിയ വണ്ടിയാണ് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയോളൂ എന്ന് വെച്ചാൽ ലാക്കബാനയുടെ വർക്കിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. വണ്ടി നല്ല ഹെവി വർക്കാണ്. ചെയ്തിരിക്കുന്നത് കുട്ടൻസും ഇതിൻ്റെ ലൈറ്റെല്ലാം ചെയ്തിരിക്കുന്നത് സച്ചീസുമാണ്. അപ്പം ഞാൻ അകം കാണിച്ചു തരാം. നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ക്യാബിനകത്ത് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കുട്ടൻസാണ് കേട്ടോ. ഈ ലൈറ്റ് വർക്ക് എല്ലാം ക്യാബിൻ മൊത്തം കുട്ടൻസാണ് ചെയ്തിരിക്കുന്നത്. കുട്ടൻസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് അകത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് ഇതിനകത്ത്. എല്ലാ സാധനവും ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു വണ്ടി പ്രാന്തന്റെ വണ്ടിയാണ് സത്യം പറഞ്ഞാൽ. ഈ ടോപ്പിൽ വരുന്ന പാനൽ ചെയ്തിരിക്കുന്നത് സച്ചീസാണ്. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന നൈം ബോർഡ്, അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ വരുന്ന അതെല്ലാം ചെയ്തിരിക്കുന്നത് സച്ചീസാണ്. അപ്പം സച്ചീസിന്റെ വർക്കാണ് ലൈറ്റ് കൂടുതലും വരുന്നത്. ഇത് ഈ കാണുന്ന പഞ്ച് ബോക്സിന്റെ ഫ്രണ്ടിലത്തെ ലൈറ്റ് അതെല്ലാം കുട്ടൻസ് ക്രിയേറ്റീവ് ചെയ്തിരിക്കുന്നതാണ്. കുട്ടൻസ് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. കുട്ടൻസ് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരെ വണ്ടി എടുത്ത് ചെയ്യുന്ന ടീമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഈ വണ്ടിയുടെ എഡിഷനായി വന്നിട്ട് കോർറഡ് എന്നാണ്. വണ്ടിയുടെ പേര് ലാക്കബാന എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ ആയാലും ഇന്റീരിയർ ആയാലും എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. നമ്മൾ ഈ ചെറിയ, അതായത് 49 സീറ്റ് അല്ലാതെ താഴോട്ട് ചെറിയ വണ്ടികൾ വിളിക്കുമ്പോൾ, അതായത് 19 സീറ്റ് 12 സീറ്റ് 34 സീറ്റ് അതുപോലെയുള്ള ചെറിയ വണ്ടികൾ വിളിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നേരിടുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാട്ടിടും, പിള്ളേർ ഡാൻസ് കളിക്കും, അത് എല്ലാ ട്രിപ്പിലും കാണും. അപ്പം ചിലർ പൊക്കം കൂടിയവർ കാണും, കുറഞ്ഞവർ കാണും. അപ്പോഴത്തേക്ക് ഈ നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മളെ തല ചാടുന്ന സമയത്ത് തല ചെന്ന് മുകളിൽ ഇടിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് വണ്ടിക്ക് പൊക്കം തീരെ കുറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ പ്ലാറ്റ്ഫോം താത്തിട്ടുണ്ട്. അതായത് പ്ലാറ്റ്ഫോം ഇങ്ങനെ മൊത്തത്തിൽ ഇതായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ തിട്ടണക്കത്തെ സംഭവം കാണില്ല, എല്ലാം ഒരേ കണക്കിരിക്കും. പക്ഷേ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം വെട്ടി താത്തേക്കുമാണ്. അപ്പോൾ നമുക്ക് അത്രയും സ്പേസ് താഴോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തല ഇടിക്കൂല. നിങ്ങൾ തന്നെ നോക്കിക്കോ, എൻ്റെ തലയും ഇതുമായിട്ടുള്ള വ്യത്യാസം. ഇത്രയും നമ്മൾ വലുതായിട്ട് അങ്ങ് ചാടി ഓടൂലല്ലോ, നമ്മൾ ഡാൻസ് കളിക്കണതിൻ്റെ സ്റ്റെപ്പല്ലേ ഇടും. അപ്പം വേറെ തലയിടിക്കലോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നവും ഈ വണ്ടിക്കകത്തില്ല. ഡാൻസ് കളിക്കാനാലും അടിച്ചു കളിക്കാനും എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഓട്ടത്തിനായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് കോളേജ് ട്രിപ്പോ സ്കൂൾ ട്രിപ്പോ കല്യാണം വിനോദം തീർത്ഥയാത്ര എല്ലാം വിളിക്കാം, എന്തെന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ്, ഉൾവശം കണ്ടത്. അപ്പോൾ ഇതിൻ്റെ രാത്രി ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇന്റീരിയർ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, ലൈറ്റെല്ലാം ഇട്ടിട്ട് രാത്രി ഇന്റീരിയർ വീഡിയോ എടുത്തിട്ടേക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മറയൂർ സ്റ്റേ ആണ്. നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം മറ്റേ ജീപ്പിൽ കയറിയിട്ട് അവർ സ്ഥലങ്ങൾ കാണാൻ പോയേക്കാണ്. അപ്പം നമ്മളിപ്പം ഇവിടെ ഫ്രീ ആണ്. ഇനിയിപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കും. അപ്പോൾ ഗൈസ്,
നിങ്ങളുടെ സപ്പോർട്ട് കണക്കായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് വരുന്നത്. ഞാൻ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ടെന്നറിയാം. നിങ്ങൾ തരുന്ന കട്ട സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇതുപോലെ ബസ് ബ്ലോഗും അല്ലാതെ ട്രിപ്പ് പോകുന്നത് എല്ലാം വരുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആയിരിക്കും.